ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം കൂടി ആയുസിനോട് കൂട്ടിച്ചേർത്ത് അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുവാൻ ഒരു പ്രഭാത കാലത്തിൽ തന്നെ ആയിരിക്കുവാനും സഹായിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് മാന്യയായി ദൈവം നൽകി തന്നിരിക്കുന്ന വചനഭാഗം റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യമാണ്. അതിൻ്റെ നാം മനസ്സിലാക്കുമ്പോഴത്തേന് ഇപ്രകാരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തലൻ നൽകി തരുന്നത്. റോമാലേഖനം എഴുതുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള അനേക വചനങ്ങൾ നമുക്ക് ആ പുസ്തകത്തിൽ പ്രാപിക്കുവാൻ കഴിയും. ഈ ലോകത്തിൽ എല്ലാവർക്കും നന്മ വരുവാൻ തക്കവണ്ണം, നന്മയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിനെ നൽകി തന്ന പിതാവാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവും വേഗം വരുന്നവനുമായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ദരിദ്രമായ അവസ്ഥയിലാണ് വന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തി. 1 കൊരിന്ത്യർ 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ നന്മയായിട്ട് മനുഷ്യരെ നന്മയിലേക്ക് നടത്തുവാൻ കർത്താവ് എടുത്ത വേഷത്തെക്കുറിച്ചും കർത്താവ് ജീവിച്ച ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ വ്യക്തമാക്കുമ്പോൾ ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് മനസ്സിലായില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പോഷത്വമായതിനെ ഏതുമില്ലാത്തതിനെയും തെരഞ്ഞെടുത്തതായ കർത്താവിൻ്റെ ഐഹിക ലോക ജീവിതത്തിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി, മറ്റുള്ളവരുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനായി നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്നത് എങ്ങനെ പാപം കൂടാതെ ജീവിക്കാമെന്ന് കർത്താവ് കാണിച്ചു തരികയുണ്ടായി. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഇന്നതൊന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ജീവിച്ച് കാണിച്ച കർത്താവ് തൻ്റെ ജീവൻ തന്നെ നമുക്ക് നൽകി നമ്മെ ഈ ലോകത്തിന് അനുരൂപരാകാതെ ഇരിക്കുവാൻ തക്കവണ്ണം വേർതിരിച്ചെടുത്ത ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് ഈ പ്രഭാതത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നമ്മളുടെ മനസ്സിന് രൂപാന്തരം ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിന് ഉടമയായി തീരണം. ഈ ലോകത്തിന് അനുരൂപമായി പോകുന്ന അനുഭവങ്ങളിൽ നിന്നൊരു വേർപാട് ആവശ്യമാണ്. നാം നോക്കുമ്പോഴെന്താണ് ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ? ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന ആളുകൾക്ക് ആ അനുരൂപമായ അവസ്ഥയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന് ഹിതമല്ലാത്തതൊക്കെയും നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ പ്രയാസമാണ്. ലോകത്തിന് അനുരൂപരായി പോയാൽ അത് ദൈവത്തിന് ഹിതമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവൻ, നമ്മുടെ താലന്തുകൾ, നമ്മുടെ സമയം, നമ്മുടെ പണം എല്ലാം ദൈവത്തിൻ്റെ വകയാണ്. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നാം അത് അനുഭവിച്ച് ജീവിക്കേണ്ടത്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ദൈവാനുരൂപരാകുവാൻ തക്കവണ്ണം കഴിയത്തില്ല. യോഹന്നാൻ പ്രസംഗിച്ചത് നിങ്ങൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പരീക്ഷന്മാർ വന്ന് ചോദിച്ചപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം. അതാണ് ലോകത്തിന് അനുരൂപരായ 2 ഉള്ളവൻ 4 നേടും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവകുഞ്ഞുങ്ങളാണെന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ നാം സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ദൈവപിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നാം എന്ത് ചെയ്യണം? നമ്മുടെ ധനവും നമ്മുടെ സമയവും ത്യാഗത്തോടുകൂടി എന്ത് ചെയ്യണം? കർത്താവ് കാണിച്ചു തന്ന മാതൃകയിൽ ത്യാഗോജ്ജലമായൊരു ജീവിതമാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസിക്കുവാനുണ്ടെന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം ക്രിസ്തു നിമിത്തം എന്ത് ചെയ്തു?
പിതാവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് പുതുജനന സ്നാനത്തിലൂടെ ഒരു പുതിയ വ്യക്തിയായപ്പോൾ ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് മുഖ്യസ്ഥാനം കൊടുത്ത് അനേക സ്ഥലങ്ങളിൽ പോയി ത്യാഗപരമായിട്ട് കർത്താവിനെ സേവിച്ചതായ അപ്പോസ്തലനായ പൗലോസാണ് ദൈവാത്മാവിൽ നമ്മളോട് പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് പിതാവിൻ്റെ ഇഷ്ടം എന്നതെന്ന് തിരിച്ച് ഗ്രഹിക്കുവാൻ തക്കവണ്ണം നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് തീരണം. ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി, ഒരു പുതിയ മനസ്സിൻ്റെ ഉടമയായി, നമ്മുടെ സ്വാർത്ഥപരമായ ജീവിത ശൈലികളിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അവിടുത്തെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് അനുരൂപരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ന സമർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടി കാണുവാൻ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. തമ്പുരാനെ, അവിടുന്ന് തരുന്നതായ അനുഗ്രഹങ്ങൾ അവിടുത്തെ ദാനമാകയാൽ, അടിയങ്ങൾ അവിടുത്തെ വകയാകയാൽ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ദൈവത്തെ, കർത്താവിനെ കൂടാതെ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ രക്ഷയുടെ പന്താവിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുന്ന് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പങ്കിടുവാനുള്ള മനസ്സൊരുക്കം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. രോഗങ്ങളാൽ, കഷ്ടങ്ങളാൽ, തിന്മയുടെ അതിപ്രസരത്താലൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ മ്ലേച്ഛതകൾ ഈ ലോകത്തെ വാഴുമ്പോൾ ദൈവമേ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയ്ക്ക് ഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള തിരിച്ചറിവിൻ്റെയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ഞങ്ങളെ നിറയുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിലെ, രോഗത്തിലെ, പ്രയാസങ്ങളിലിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് അവിടുന്ന് സൗഖ്യവും ആശ്വാസമൊക്കെയും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിൽ മറച്ചു കൊള്ളണമേ. വിശുദ്ധ വരവിന് വേണ്ടി അടിയങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കർത്താവെ, ആ അനുഗ്രഹത്താൽ അടിയങ്ങളെ ജ്ഞാനമുള്ള ഹൃദയത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം സഹായിച്ചൊരുക്കണമെന്ന് വേഗം വരുന്ന യേശുപ്പൻ്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുമ്പം പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.